Hello, welcome to our channel. Let's grow together. Hi, my name is Vinita. I'm a life transformation coach and healer. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ആണ്. കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, വൈബ്രേഷൻ എന്താണ്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പം സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിൽ വിനീഷ കുറച്ച് ഹാബിറ്റ്സ് പറഞ്ഞിരുന്നു, അതായത് ജേർണലിംഗ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പം വിനീഷ അതെങ്ങനെയാണ് നമുക്കൊരു ശീലമാക്കി മാറ്റുക, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും നമുക്കത് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് കഴിയും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹായ്, ദിസ് ഇസ് വിനീഷ, വുമൺ എംപവർമെന്റ് കോച്ച് ആൻഡ് NLP പ്രാക്ടീഷണർ. തീർച്ചയായിട്ടും ഈ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ അത് എങ്ങനെയാണ് നമുക്കൊരു ശീലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അല്ലേ? നമ്മുടെ സ്വഭാവത്തിലോ ഹാബിറ്റ്സിലോ അതോ ഇമോഷൻസിലോ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഒരു 21 ഡേയ്സ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാം. ആസ് പെർ ന്യൂറോ സയൻസ് നമുക്ക് നമ്മുടെ ബ്രെയിനെ എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യാൻ സാധിക്കും. പറയാം, അതായത് നമ്മൾ ഒരു ശീലം തുടങ്ങുമ്പോൾ, അതായത് റീഡിങ്, എക്സസൈസ് ഓർ സ്മോക്കിംഗ്, ഗുഡ് ഓർ ബാഡ് ഏത് ശീലമായിക്കോട്ടെ, നമ്മുടെ ബ്രെയിനിൽ പുതിയ നാഡീബന്ധങ്ങൾ ഓർ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴോ അതോ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴോ ഒരു പുതിയ പ്രോഗ്രാമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്നും ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു അവബോധം നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാമിംഗ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ന്യൂറോൺ സിസ്റ്റത്തിൽ ഒരു പുതിയ ഓട്ടോ പൈലറ്റ് മോഡ് സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെയും നിരന്തരം നമ്മുടെ ഒരു സമ്മർദ്ദമില്ലാതെയും നമ്മുടെ പ്രേരണയില്ലാതെയും ഏത് ശീലമാണോ നമുക്ക് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഈ ഒരു ശീലം നമുക്ക് ഈ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പുല്ലു നിറഞ്ഞ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യണം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് യാത്ര ചെയ്ത് എത്തണം. പക്ഷേ ആ വഴി നിറയെ പുല്ലും മുള്ളും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുക, നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ജസ്റ്റ് ഒരു പുല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. എന്നാൽ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴും അതേപോലെ ചെറിയ ഓരോ ദിവസം കൂടുന്തോറും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ നിരന്തരം ആ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വഴി വെട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ശീലവും നമ്മളിൽ ഉണ്ടാവുന്നത്. നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്കൊരു ശീലം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാനൊരു 21 ഡേയ്സ് പറഞ്ഞല്ലോ, ഇത് 21 ഡേയ്സ് മാത്രമായിരിക്കണമെന്നില്ല. അത് ചിലപ്പോൾ 21 ഡേയ്സിന് അപ്പുറത്തേക്കും പോവാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാറ്റിയെടുക്കേണ്ട ശീലം ബുദ്ധിമുട്ടുള്ളതാണോ അതോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ നമ്മുടെ മനോഭാവം, പരിസരം, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. കൂടാതെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ, അഭിനിവേശത്തോടെ, ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്, എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള ഒരു അതിയായ ഇഷ്ടത്തോടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതൊരു ശീലമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാതെ നമ്മളൊരു 100 ടൈംസ് ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരു 100 ടൈംസ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതൊരു ശീലമായിട്ട് നമ്മളിൽ മാറുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഡോപ്പമിൻ എന്നൊരു രാസവസ്തുവാണ്. അതായത് നമ്മൾ ഒരു ശീലം സക്സസ്ഫുള്ളി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ എന്നൊരു രാസവസ്തു പുറപ്പെടുവിക്കുന്നു. ഇത് നമ്മളിൽ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ബ്രെയിനോട് പറയുന്നു, ഇത് നല്ലതാണ്, എന്നും ചെയ്യാം. എന്നും ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് എന്നും ഈ ഒരു കാര്യം നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയും നമുക്കൊരു ശീലം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ പറയുന്നത്, ഒരു നിശ്ചിത സമയത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ ഒരു പുതിയ ശീലം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നത്. എല്ലാവർക്കും അതെ, എല്ലാവർക്കും ഈസി ആണെന്ന് തോന്നുന്നു ഇല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു.
അതെ അതെ കാര്യം എക്സാമ്പിളൊക്കെ പറഞ്ഞ കേട്ടപ്പം ശരിയാണ് നമ്മൾ അല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് ഏത് കാര്യം ചെയ്താലും അത് നമുക്കൊരു ഹാബിറ്റായി മാറുവാണ്. അതെ അപ്പം വിനീഷ് ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചെറുതിലെ നമ്മൾ വെളുപ്പിനെ പഠിക്കാൻ വേണ്ടി നമ്മുടെ അമ്മയച്ഛനൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണല്ലേ, ഈ രാവിലെ എന്തിനാണ് ഇങ്ങനെ അതെ വിളിക്കുന്നത്, നമുക്ക് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. പക്ഷെ അവര് കൺസിസ്റ്റന്റ് ആയിട്ട് വിളിക്കുകയും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടോ പൈലറ്റ് മോഡിൽ ആ അലാം കേൾക്കുമ്പോൾ നമ്മൾ ആ 4 മണിക്ക് എഴുന്നേക്കും. ആ ഒരു ശീലം നമുക്ക് ഇപ്പോഴും അല്ലേ അതെ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അതെ ആ ഒരു ടൈം ആകുമ്പോൾ ബോഡി അലാം പോലെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ശീലം കുട്ടിയിലേ വന്നതുകൊണ്ട് ഉം. ആ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്ത് ആ ബ്രെയിൻ അതനുസരിച്ച് ആ 4 മണിയാകുമ്പോൾ അല്ലേ വിളിക്കുന്നത്. അതേ കണക്ക് തന്നെ ഏത് ശീലം വാ അത് ഇഷ്ടായി. വേറൊരു ആ, കാര്യം ഉം. കൂടെ ഉണ്ട്. ഇപ്പൊ ഈ നമ്മളെ ആ, 4 മണിക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉം, നമ്മൾ ഉം. എന്താണ്, നമ്മൾ ആ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നത് അല്ലെ? അതെ അപ്പൊ അതെ എല്ലാവരും ആ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് ഇഷ്ടത്തോടെ എഴുന്നേൽക്കണം എന്നില്ല. അച്ഛനും അതെ അതെ അമ്മയും വിളിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് എക്സാം ഉള്ളത് അതെ കൊണ്ടാണ് ഈ 4 മണിക്ക് എഴുന്നേൽക്കുന്നതെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും. എന്നാൽ ഈ സത്യം. എക്സാം കഴിഞ്ഞാലോ, നമ്മൾ ഈ 4 മണിക്ക് എഴുന്നേൽക്കുന്ന നമ്മള് 8 മണിയായിട്ടും 10 മണിയായിട്ടും എഴുന്നേൽക്കാതെ വരും. നമ്മൾ ആ ഓ രാവിലത്തെ ആ ആ, ഉറക്കം, ഉം. ഉറക്കത്തിൽ നമുക്ക് എഴുന്നേൽക്കാതെ വരും. അതിന് കാരണം അതെ എന്താണെന്നറിയോ? നമ്മൾ ഉം. ഇഷ്ടമില്ലാതെയാണ് എഴുന്നേൽക്കുന്നത്. ആ അതെ ഇഷ്ടമില്ലാതെ എത്ര പ്രാവശ്യം എന്തു കാര്യം ചെയ്താലും അതൊരു ശീലമായിട്ട് മാറില്ല. പക്ഷെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ നമുക്ക് ഉം. ആ ഇഷ്ടത്തോടെ നമ്മൾ എഴുന്നേൽക്കുവാണെങ്കിൽ അത് നമ്മളിൽ ഒരു ശീലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇഷ്ടമില്ലാതെയാണ് അതാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അത് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടും കാര്യമില്ല. ഇതാണ് അതാണ് അതിപ്പോ വിനീഷ ഇത് പറഞ്ഞപ്പം എനിക്ക് ഇതും ഓർമ്മ വരുന്നു. അതായത് നമ്മൾ ട്രാൻസ്ഫോം ആകണം അല്ലെങ്കിൽ നമ്മൾ മാറണം എന്ന് ഉറച്ച് തീരുമാനിച്ച് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗ്രോത്തിൽ എത്തണം എന്ന് ദൃഢനിശ്ചയമുള്ളവർക്ക് അല്ലേ അതെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാ ശീലങ്ങളും നമ്മൾ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ. തീർച്ചയായിട്ടും. അപ്പം വീഡിയോ എനിക്ക് മീൻസ് ആ മെസ്സേജ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വിനീഷ് എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന വീഡിയോസുകളൊന്നും നഷ്ടമാകാതിരിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.